ഹായ് വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് ജാനുവരി 2025 ചാർട്ട് ചെയ്തിരിക്കുന്ന ബഡ്ജറ്റ് ടൂർ ട്രിപ്പ് KSRTCയുടെ ബഡ്ജറ്റ് ടൂർ ട്രിപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളൊരു അപ്ഡേറ്റഡ് വീഡിയോ ആണ്. അതായത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുള്ള വിവിധ ഡിപ്പോകളിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഫൈനൽ അപ്ഡേറ്റ് അല്ല. ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ട്രിപ്പുകൾ ചാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഓരോ ഡിപ്പോകളുടെയും ആൽഫബറ്റിക് ഓർഡറിലാണ് സോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോ, ട്രിവാൻഡ്രം ജില്ലയിലുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ഡിപ്പോ ഏതെന്ന് നോക്കിയാൽ ആ ഡിപ്പോയിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന ട്രിപ്പുകൾ അറിയാൻ പറ്റും. കോൺടാക്ട് നമ്പർ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്രിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ ലഭിക്കും. അപ്പം ഞാൻ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ഈ ചാനലിലൂടെ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ടൈംലി ആയിട്ടുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്രിപ്പുകളാണെന്ന് നോക്കാം. ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്ന് ഏതൊക്കെ ട്രിപ്പുകളാണെന്ന് നോക്കാം. ജാനുവരി 4-ാം തീയതി വാഗമൺ ഉണ്ട്, 5-ാം തീയതി പൊന്മുടി, 7-ാം തീയതി കുമരകം, 9-ാം തീയതി മാംഗോ മെഡോസ്, 11-ന് മൂന്നാർ, 14-ന് പിൽഗ്രിം പാക്കേജ്, 16-ാം തീയതി പമ്പ, 18-ാം തീയതി ഇലവീഴാപ്പൂഞ്ചിറ, 25-ാം തീയതി ഗവി, 30-ാം തീയതി നെഫർട്ടിറ്റി. ഇത്രയാണ് ആറ്റിങ്ങൽ ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് കണിയാപുരം ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 4-ാം തീയതി ഒരു ട്രാവൽ ടു ടെക്നോളജി പാക്കേജ് ഉണ്ട്, 5-ാം തീയതി ഗവി പാക്കേജ് ഉണ്ട്, 5-ാം തീയതി തന്നെ അയ്യപ്പ ദർശനം പാക്കേജ് ഉണ്ട്, 10-ാം തീയതി ട്രാവൽ ടു ടെക്നോളജി പാക്കേജ് ഉണ്ട്, 11-ാം തീയതി പൊന്മുടി പാക്കേജ് ഉണ്ട്, 15-ാം തീയതി തിരുവരാണിക്കുളം, 17-ാം തീയതി കന്യാകുമാരി, 19-ാം തീയതി റോസ്മല, 25-ാം തീയതി കൊല്ലം ഹൗസ് ബോട്ട്, 26-ാം തീയതി വാഗമൺ. ഇത്രയാണ് കണിയാപുരം ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി കിളിമാനൂർ ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 4-ന് വേളാങ്കണ്ണി ഉണ്ട്, 5-ന് കൊല്ലം ഹൗസ് ബോട്ട് ഉണ്ട്, 11-ാം തീയതി ഗുരുവായൂർ ഉണ്ട്, 12-ാം തീയതി തിരുവരാണിക്കുളം, 13-ാം തീയതി തിരുവരാണിക്കുളം ഉണ്ട്, 18-ാം തീയതി തേക്കടി ഉണ്ട്, 19-ാം തീയതി വാഗമൺ, 19-ന് തന്നെ തിരുവരാണിക്കുളം, 20-ന് തിരുവരാണിക്കുളം, 26-ന് മാംഗോ മെഡോസ് ഉണ്ട്, 26-ന് നെഫർട്ടിറ്റി പാക്കേജ് ഉണ്ട്. പിന്നെ ജാനുവരി 13-ാം തീയതി ഒരു ചക്കുളത്തുകാവ് പാക്കേജ് കൂടിയുണ്ട്. തിരുനെല്ലി പാക്കേജ് ജാനുവരി 26-ാം തീയതിയാണ്. ജാനുവരി 22-ാം തീയതി ഒരു തിരുവരാണിക്കുളം പാക്കേജ് കൂടിയുണ്ട്. പിന്നെ ജാനുവരി 26-ന് മൂന്നാറുണ്ട്. ജാനുവരി 26-ന് തന്നെ ഒരു കൊല്ലം ഹൗസ് ബോട്ടും ഉണ്ട്. പിന്നെ ഇനി പാപ്പനംകോട് ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 1-ന് ഗവി ഉണ്ട്, 2-ന് ഇലവീഴാപ്പൂഞ്ചിറ, 3-ന് തഞ്ചാവൂർ, 4-ന് വാഗമൺ, 5-ന് പമ്പ, 5-ന് അയ്യപ്പ ദർശനം പാക്കേജ് ഉണ്ട്, 10-ാം തീയതി വേളാങ്കണ്ണി, 12-ാം തീയതി തിരുവരാണിക്കുളം, 17-ാം തീയതി മാംഗോ മെഡോസ്, 17-ാം തീയതി ഒരു ഗുരുവായൂർ, 18-ാം തീയതി ഒരു കുമ്പാവുരുട്ടി പാക്കേജ് ഉണ്ട്, 19-ാം തീയതി അരിപ്പ പാക്കേജ്, 19-ന് തന്നെ ഒരു കുമരകം പാക്കേജ് ഉണ്ട്, 25-ാം തീയതി മറയൂർ പാക്കേജ്, 25-ന് കൊല്ലം ഹൗസ് ബോട്ട് പാക്കേജ് ഉണ്ട്, 26-ാം തീയതി തെന്മല, 31-ാം തീയതി കന്യാകുമാരി. ഇത്രയാണ് പാപ്പനംകോട് ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി പേരൂർക്കട ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 1-ാം തീയതി ഗുരുവായൂർ, 3-ാം തീയതി മഹാബലിപുരം, 5-ാം തീയതി പൊന്മുടി, 7-ാം തീയതി നെഫർട്ടിറ്റി, 9-ാം തീയതി വേളാങ്കണ്ണി, 12-ാം തീയതി കുമരകം, 13-ന് തിരുവരാണിക്കുളം, 14-ന് വേഗ ആലപ്പുഴ, 15-ന് സി കുട്ടനാട്, 17-ന് വാഗമൺ, 18-ന് തഞ്ചാവൂർ, 19-ന് കന്യാകുമാരി, 20-ന് പേരൂർക്കട, 20-ന് റോസ്മല, 22-ന് ഗുരുവായൂർ, 24-ന് ഗവി, 26 പൊന്മുടി, 26 സി അഷ്ടമുടി, 28 കൊല്ലം ഹൗസ് ബോട്ട്, 31-ന് വാഗമൺ. ഇതിനാണ് പേരൂർക്കട ഡിപ്പോയിൽ നിന്നുള്ളത്. ഇനി ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 5-ന് ഇലവീഴാപ്പൂഞ്ചിറ, 12-ന് തിരുവരാണിക്കുളം, 15-ന് തിരുവരാണിക്കുളം, 19 തിരുവരാണിക്കുളം, 26 നെഫർട്ടിറ്റി, 25 ഗവി, പിന്നെ 19-ന് ഒരു കുമരകമുണ്ട്, 16-ന് ഒരു കൊല്ലം ഹൗസ് ബോട്ട് ഉണ്ട്, ജനുവരി 12-ാം തീയതി പൊന്മുടി ഉണ്ട്, 19-ാം തീയതി പൊന്മുടി ഉണ്ട്, 26-ാം തീയതി പൊന്മുടി ഉണ്ട്. ഇതാണ് ട്രിവാൻഡ്രം സെൻട്രൽ ഡിപ്പോ എന്നുള്ളത്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോ നോക്കുകയാണെങ്കിൽ അവിടുന്ന് കൂടുതലും ഡബിൾ ഡെക്കർ പാക്കേജുകളാണ് ഉള്ളത്. എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് ഡബിൾ ഡെക്കർ പാക്കേജ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ 23-ാം തീയതി ഒരു കൊല്ലം ഹൗസ് ബോട്ട് ഉണ്ട് ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോയിൽ നിന്ന്. 26-ാം തീയതി ഒരു വാഗമൺ ഉണ്ട്, 5-ാം തീയതി ഒരു കടലോരം പാക്കേജ് ഉണ്ട്, 9-ാം തീയതി ഗവി,
11-ാം തീയതി ഒരു കടലോരം പാക്കേജ് ഉണ്ട്. 11-ന് ഒരു പൊന്മുടി ഉണ്ട്. 19-ന് ഒരു ഇലവീഴ പൂഞ്ചിറ ഉണ്ട്. 21-ന് വാഗമൺ ഉണ്ട്. ട്രിവാൻഡ്രം സിറ്റി ഡിപ്പോ എന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി വെഞ്ഞാറമൂട് ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 5-ാം തീയതി ഇടുക്കി പാക്കേജ്, 5-ന് തന്നെ വാഗമൺ, 11-ന് ഇലവീഴ പൂഞ്ചിറ, 11-ന് രാമക്കൽമേട്, 13-ന് പൗർണമിക്കാവ്, 12-ാം തീയതി കുമ്പാവുരുട്ടി ഉണ്ട്. 22-ാം തീയതി ഗുരുവായൂർ, 19-ാം തീയതി റോസ്മലയുണ്ട്. ഗവിയുടെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. 21-ന് മാംഗോ മെഡോസ് ഉണ്ട്. 25-ന് ഒരു തേക്കടി ഉണ്ട്. 11th ജാനുവരിക്ക് ഒരു വേളാങ്കണ്ണി ഉണ്ട്. 13th-ന് തിരുവൈരാണിക്കുളം ഉണ്ട്. 25th-ന് വയനാട്. നെഫർട്ടിറ്റിയുടെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഹൗസ് ബോട്ട് കൊല്ലം ജാനുവരി 11-ാം തീയതി ഉണ്ട്. പൊന്മുടി പാക്കേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള പാക്കേജിൽ പൊന്മുടി മൂകാംബിക ഉണ്ട്. ഇടുക്കി പാക്കേജ് ജാനുവരി 26-നുണ്ട്. കൊട്ടിയൂർ പാക്കേജ് ജാനുവരി 28-ന്, തേക്കടി ജാനുവരി 28, തിരുവരാണിക്കുളം ജാനുവരി 18. ഇവരാണ് വെഞ്ഞാറമൂട് ഡിപ്പോ എന്നുള്ളത്. ഇനി ആര്യനാട് ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 4-ന് ഒരു പൊന്മുടി ഉണ്ട്. 11ന് ഒരു പൊന്മുടി, 16ന് ട്രിവാൻഡ്രം പാക്കേജ്, 18ന് ട്രിവാൻഡ്രം പാക്കേജ്, 20ന് ട്രിവാൻഡ്രം പാക്കേജ്, 22ന് തിരുവൈരാണിക്കുളം. ഇത്രയാണ് ആര്യനാട് എന്നുള്ളത്. നെടുമങ്ങാട് ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 2ന് അച്ചൻകോവിൽ, ജാനുവരി 4ന് പൊന്മുടി, 5ന് ഇലവീഴ പൂഞ്ചിറ, 6ന് ഗവി, 7ന് വേളാങ്കണ്ണി, 11ന് റോസ്മല, 11ന് കന്യാകുമാരി, 12ന് തിരുവൈരാണിക്കുളം, 12th ഇടുക്കി, 13th പൗർണമിക്കാവ്, 15th പിൽഗ്രിം പാക്കേജ്, 16th പിൽഗ്രിം, 18ന് തിരുവൈരാണിക്കുളം, 18th പൊന്മുടി, 19th വാഗമൺ, 19th മറയൂർ, 22nd ഗവി, 25th റോസ്മല, 25th രാമക്കൽമേട്, 26th അതിരപ്പള്ളി, 26th മാംഗോ മെഡോസ്. ഇതിനാണ് നെടുമങ്ങാട് ഡിപ്പോ എന്നുള്ളത്. ഇനി നെയ്യാറ്റിൻകര ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 2ന് കൊല്ലം ഹൗസ് ബോട്ട്, 2ന് തന്നെ ഒരു ഗവി, 2ന് റോസ്മല, 2ന് വണ്ടർല, 5ന് അഞ്ചുരുളി, 5ന് പൊന്മുടി, 10ന് മൂന്നാർ, 11ന് വാഗമൺ, 11ന് ഇലവീഴ പൂഞ്ചിറ, 12ന് പൊന്മുടി, 18ന് മലക്കപ്പാറ, 19ന് ഇടുക്കി, 19ന് ശംഖുമുഖം പാക്കേജ്, 19ന് തിരുവൈരാണിക്കുളം, 25ന് നെഫർട്ടിറ്റി, 26ന് മാംഗോ മെഡോസ്. ഇത്രയാണ് നെയ്യാറ്റിൻകര ഡിപ്പോ എന്നുള്ളത്. ഇനി പാലോട് ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 2ന് അയ്യപ്പ ദർശനം, 5ന് കുമ്പാവുരുട്ടി, 11ന് കൊല്ലം ഹൗസ് ബോട്ട്, 11ന് പമ്പ, 12ന് പൊന്മുടി, 14ന് ഗവി, 16th മണ്ണാർശാല, 18th തിരുവൈരാണിക്കുളം, 25th മൂന്നാർ, 26th പൊന്മുടി. ഇത്രയാണ് പാലോട് ഡിപ്പോ എന്നുള്ളത്. ഇനി പാറശാല ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 2ന് മാംഗോ മെഡോസ്, 4ന് അടവി കുമ്പാവുരുട്ടി, 5ന് കൊല്ലം ഹൗസ് ബോട്ട്, 11ന് പിൽഗ്രിം പാക്കേജ്, 12ന് വണ്ടർല, 18th പൊന്മുടി, 19th തിരുവൈരാണിക്കുളം, 25th പിൽഗ്രിം പാക്കേജ്, 26th കന്യാകുമാരി. ഗവിയുടെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. തിരുവൈരാണിക്കുളം 22nd. ഇതിനാണ് പാറശാല ഡിപ്പോ എന്നുള്ളത്. പൂവാർ ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 18ന് ഗവി, 4ന് കൃപാസനം, 11ന് കൃപാസനം, 18നും 25നും കൃപാസനം, 11ന് പൊന്മുടി, 19th പൊന്മുടി, 25th ഇലവീഴ പൂഞ്ചിറ, 11th പമ്പ, 11th മറയൂർ, 25ന് കാഞ്ഞിരപ്പുഴ, 31ന് മാംഗോ മെഡോസ്. ഇങ്ങനെയാണ് പൂവാർ ഡിപ്പോ എന്നുള്ളത്. വെള്ളനാട് ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 2ന് ഇല്ലിക്കൽ കല്ല്, 4ന് മാംഗോ മെഡോസ്, 5ന് റോസ്മല, 9ന് പൊന്മുടി, 11th തഞ്ചാവൂർ, 13th പൗർണമിക്കാവ്, 16th തിരുവൈരാണിക്കുളം, 18th ആലപ്പുഴ, 19th നെഫർട്ടിറ്റി, 21st തിരുവൈരാണിക്കുളം, 23rd കന്യാകുമാരി, 25th ഗവി, 26th മലക്കപ്പാറ, 31st വാഗമൺ. ഇതിനാണ് വെള്ളനാട് ഡിപ്പോ എന്നുള്ളത്. ഇതിന് വെള്ളറട ഡിപ്പോ നോക്കുകയാണെങ്കിൽ ജാനുവരി 11ന് പൊന്മുടി, 12ന് പൊന്മുടി, 19th തിരുവൈരാണിക്കുളം, 21st തിരുവൈരാണിക്കുളം, 24th വാഗമൺ. ഇത്രയും പാക്കേജാണ് നിലവിൽ KSRTC ജനുവരി മാസത്തേക്ക് ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് ചാർട്ട് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രിപ്പുകൾ ചാർട്ട് ചെയ്യും. നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.